ഏതൊരാളെ സംബന്ധിച്ചും ഒരേ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചെയ്യേണ്ടി വരുന്നത് ഭയങ്കര ബോറിംഗ് പരിപാടിയാണ്. അതിന് ഡെയിലി ഒരേപോലത്തെ വർക്കുകൾ ചെയ്യേണ്ടി വന്നാലും, ഒരേ ഭക്ഷണം കഴിക്കേണ്ടി വന്നാലും, ഒരേ പാട്ട് കേൾക്കേണ്ടി വന്നാലും ഒക്കെ പലപ്പോഴും പ്രോഗ്രാമിങ്ങിലും പല കാര്യങ്ങളും ഇങ്ങനെ ആവർത്തിച്ച് ചെയ്യേണ്ടി വരും. ഇത് ചെയ്യാനായി നമ്മൾക്ക് ചില സ്പെഷ്യൽ ടൂൾസ് ആവശ്യമാണ്. അവയാണ് ഇറ്ററേഷൻ സ്റ്റേറ്റ്മെന്റ്സ് ഓർ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് വിളിക്കുന്നത്. C++ൽ 3 ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റുകളാണ് ഉള്ളത്: while, for, do while. All of them repeat a set of instructions as long as a condition is true. നമുക്കിനി ലൂപ്സിന്റെ എലിമെന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. എല്ലാ ലൂപ്പിനും 4 ഇമ്പോർട്ടന്റ് പാർട്സ് ഉണ്ട്. 1. ഇനീഷ്യലൈസേഷൻ. ഒരു ലൂപ്പ് തുടങ്ങുന്നതിന് മുന്നേ വേരിയബിളിന് ഒരു സ്റ്റാർട്ടിംഗ് വാല്യൂ നൽകണം. ഈ വേരിയബിളിനെ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ എന്നാണ് വിളിക്കുന്നത്. ഇൻപുട്ടിലൂടെയോ അസൈൻമെന്റിലൂടെയോ ആണ് ഈ ഇനീഷ്യൽ വാല്യൂ നൽകുന്നത്. 2. കണ്ടീഷൻ. കണ്ടീഷൻ ട്രൂ ആകുന്നത് വരെ മാത്രമേ ലൂപ്പ് റൺ ആവുകയുള്ളൂ. The condition always uses the loop control variable. 3. അപ്ഡേറ്റ്. ലൂപ്പ് കൺട്രോൾ വേരിയബിളിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നത് ഈ ഇൻസ്ട്രക്ഷൻ ആണ്. അപ്ഡേറ്റ് ഇല്ലെങ്കിൽ ലൂപ്പ് ഒരിക്കലും അവസാനിക്കില്ല. 4. ലൂപ്പ് ബോഡി. ഈ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ ആണ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ആകുന്നത്. ലൂപ്പ് 2 ടൈപ്സ് ആണുള്ളത്: എൻട്രി കൺട്രോൾഡ് ആൻഡ് എക്സിറ്റ് കൺട്രോൾഡ്. എൻട്രി കൺട്രോൾഡ് ലൂപ്സ് എന്നാൽ ലൂപ്പ് ബോഡി റൺ ചെയ്യുന്നതിന് മുന്നേ ചെക്ക് ചെയ്യുന്ന കണ്ടീഷൻ ആണ്. വൈൽ, ഫോർ എന്നിവ ഉദാഹരണങ്ങൾ. ലൂപ്പ് ബോഡിയും അപ്ഡേറ്റ് ഇൻസ്ട്രക്ഷനും റൺ ചെയ്തതിന് ശേഷം കണ്ടീഷൻ ചെക്ക് ചെയ്യുന്ന ലൂപ്സ് ആണ് എക്സിറ്റ് കൺട്രോൾ ലൂപ്സ്. ഡു വൈൽ ഇസ് എൻ എക്സാമ്പിൾ. C++ലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക്സിൽ ഒന്നാണ് ലൂപ്സ്. പ്രോഗ്രാമിംഗിന്റെ ബേസ് ആണിത്. ഇത് പഠിച്ചാൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. സോ കീപ് സ്റ്റഡിങ്. മറ്റൊരു C++ ടോപ്പിക്കുമായി വീണ്ടും കാണാം. Until then, goodbye and take care.